സലീം കുമാറിന്റെ വീടിന്റെ അയൽവക്കാണ് ചേച്ചി. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ശ്രീദേവി. സലീംകുമാറിനെ പറ്റി പറയാനുണ്ട്. നല്ല ഒരു മനുഷ്യനാണ്. എന്ത് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു തക്കതായ ഒരു ഉത്തരവും ഒരു സമാധാനവും ഒക്കെ തന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പുള്ളിയെടുത്ത് പോകും, കാണും, ഒരുപാട് സംസാരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര ഒരു അഷ്ടായിപ്പോയി അല്ലേ. അങ്ങനെ ഒരു കുടിയൊന്നുമില്ല, വലുതായിരുന്നു. അങ്ങനെ വലിയ കുടിയൊന്നുമല്ല, എല്ലാവരും ശരിയൊക്കെ അത്ര എല്ലാരും കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഇതാണ്. അതുകൊണ്ട് വന്നത് അവർക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അറിയില്ല. നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു കുടുംബമായിരുന്നു. ചന്തു നാരായണനും ഭാര്യ സുനിതയുണ്ട്, വേറെ ആരുമില്ല. നല്ല ആൾക്കാരാണ്. നമുക്കതൊരു തൊട്ടയിലൊക്കെയാണ്, നല്ല സഹകരണമാണ്. 22 കൊല്ലത്തെ പരിചയമാണില്ല. പക്ഷെ പുള്ളി എല്ലാം അറിഞ്ഞ് ഒക്കെ ചെയ്യണത്. വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴേ എത്ര പേരായിരുന്നു ഞങ്ങൾ രണ്ട്. ഈ വീട് മേടിച്ചതാണോ അതോ സലീം കുമാർ പണിതതാണ്? അങ്ങനെ ഇഷ്ടത്തിന് പണിഞ്ഞത്. പണിതതാണ്. വലുത് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടത്തിന് അങ്ങനെ ആഗ്രഹത്തിന് പണിതതാണ്. സലീം കുമാർ ഏട്ടൻ്റെ വൈഫൊക്കെ ആയിട്ട് നല്ല സഹകരണമാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ സിനിമ നടനാണ് എന്നുള്ള ജാട അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജാടകളൊന്നും ഒട്ടുമില്ല, മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. രണ്ടുപേർക്കും ഇല്ല. ഭാര്യയ്ക്കും ഇല്ല, ഭർത്താവിനും രണ്ടുപേർക്കും ഇല്ല. ആദ്യമൊക്കെ ഒരുപാട് നല്ല അവസരങ്ങൾ കോമഡികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിലേക്ക്, അതായത് രോഗം കൊണ്ടായിരിക്കാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പുള്ളി ഇപ്പോഴും റിയാലിറ്റി ഷോയ്ക്കൊക്കെ പോകണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഒരുപാട് സിനിമകളിലൊന്നും വലിയ സജീവമൊന്നുമില്ല. അതെ, ഒരു സ്ഥലത്ത് പോയി കുറെ നാൾ നിൽക്കണ്ടേ. അത് പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുമല്ല, സിനിമ ഇല്ലാത്തോണ്ടല്ല. അല്ല, ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് സിനിമകൾ വേണ്ടാന്ന് വെക്കണതല്ലേ. സലീം കുമാറിന്റെ തമാശകൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചിരിയുടെ തമ്പുരാൻ എന്നാണ് പറയുന്നത്. ആ ഒരു കോമഡി നമുക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അങ്ങനെ ഒരു വിഷമങ്ങളൊന്നുമില്ല. റിയാലിറ്റി ഷോകളും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട്. അസുഖം കൊണ്ടായിരിക്കാം, അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളി പോയപ്പോഴും അങ്ങനെ അസുഖം കൊണ്ട് പോയതല്ലല്ലോ, ചെക്കപ്പിന് പോയതല്ലേ. പുള്ളി പോയാലും വരും പ്രാവശ്യം വന്നു. നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും മറ്റേ അവരൊക്കെ ചേച്ചിയുടെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താ വെച്ചാൽ ആശുപത്രി പോവും വരും. ഇത് സ്വാഭാവികമായിട്ടും നടക്കണ കാര്യങ്ങളാണ്. കുഴപ്പമില്ല, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഇത്രയൊക്കെ അനുഭവിച്ചു. വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. പുള്ളിക്കാരൻ ഹാപ്പി തന്നെയാണല്ലേ. ഭയങ്കര ബലമാണ് പുള്ളിക്ക്. എന്ത് വന്നാലും വളരൂല. ഇപ്പൊ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും സലീം? 56. അപ്പൊ അത്രയും ചെറുപ്പത്തില് തന്നെ ഭയങ്കര നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് തീരാൻ നഷ്ടമാണ്. ഒരു വെറൈറ്റി കോമഡി തന്നെയാണ് സലീം കുമാറിന്റെ കോമഡി എന്ന് പറയുന്നത്. പിന്നെ മോൻ സിനിമയിൽ ആക്റ്റീവായിട്ടുണ്ട്. അത് പുള്ളിക്ക് സന്തോഷമാണ്. സലീം കുമാറേട്ടനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും ചേച്ചിക്ക്? ഓർമ്മകൾ എന്തെങ്കിലും ഒരു ഓർമ്മ എന്ന് വെച്ചാൽ എന്താ, അയലൊക്കെക്കാരാകുമ്പോ നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എപ്പോഴും ഞാൻ പോകും. പുള്ളിയായിട്ട് ഒരുപാട് സമയം വർത്താനം പറയും. ചേച്ചിയോട് ഇരിക്കുക, എവിടേക്ക് പോകും. അങ്ങനെ കോമഡിയൊക്കെ പറയും. തമാശ ഇഷ്ടമാതിരി പറയും. തമാശ ഒരുപാട് തമാശ പറയും. പുള്ളിയായിട്ട് ഭയങ്കര എന്താ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല നമ്മളോട് നല്ല സ്നേഹമായിരുന്നു. അതുപോലെ തിരിച്ചു വരും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അവർക്കടെ ഒക്കെ പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ പുള്ളി ഒരു ദിവസത്തിൽ വെന്റിലേറ്റർ പിക്കപ്പായിട്ട് പോയി. എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞ് സലീം കുമാറേട്ടൻ പോയി.
മലയാള സിനിമയ്ക്ക് ചിരിയുടെ ഒരു തമ്പുരാൻ നഷ്ടപ്പെട്ടു. ആത്മാവിനോട് പ്രാർത്ഥിക്കും. നമ്മുടെ എപ്പോഴും ആത്മാവ് നല്ല രീതിയിൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ വിയോഗം. മലയാള സിനിമയ്ക്ക് നമ്മുടെ നാട്ടിൽ പുള്ളി വെച്ചാൽ എല്ലാ വിഷമങ്ങളും അറിഞ്ഞിട്ട് പിന്നെ ഉയർച്ച വന്നേക്കണേ. സാധാരണക്കാരൊക്കെ ആയിട്ട് നല്ല സഹകരണമാണല്ലേ. വരുന്നൊരു വർത്തമാനം പറയും. വെള്ളപ്പൊക്കത്തിനൊക്കെ തന്നെ എല്ലാവരും ഈ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെ പോകാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ എവിടേക്കും മാറും. പക്ഷെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ വെള്ളമായിരുന്നല്ലോ. ഈ മോളിലും താഴെയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഫുഡും ഭക്ഷണവും കിടക്കാനും ഇടം കൊടുത്തു. പിന്നെ അവിടെ ഒരു ബേക്കറി ഉണ്ടായി. അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ ഇവിടേക്ക് വെള്ളം വന്നപ്പോഴേക്കും എല്ലാവരും കൂടെ കയറ്റി. അങ്ങനെ ആൾക്കാർക്കൊരു അപ്പോൾ ആളുകൾക്കൊരു ഉപകാരിയായിരുന്നു. അതുപോലെ പുള്ളി എന്താ പറയുക, എല്ലാം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്താ ജ്ഞാനശക്തി, ക്രിയാശക്തി, അങ്ങനെയില്ലേ, എന്തെങ്കിലും ആലോചിച്ച് ഇതാക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനും ഇതിനൊക്കെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും കഴിവുള്ള വ്യക്തിയായിരുന്നു. പാചകവും ചെയ്യും, അതും അറിയാം പുള്ളിക്ക്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണൊക്കെ പറഞ്ഞൊക്കെ തരും. പാചക കുറിപ്പുകളൊക്കെ പറഞ്ഞു തരുമല്ലേ. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാം അറിയണ ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് സലീം കുമാറേട്ടനെ കണ്ട ഒരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കും. ഞാൻ വ്യാഴാഴ്ച കണ്ടതാണ്. ശനിയല്ലേ, ഇന്ന് ശനി. ഞായർ. വ്യാഴാഴ്ച കണ്ടതാണ്. വെള്ളിയാഴ്ച വിളിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ സുനിതയെ കിട്ടി. പിന്നെ സുനിതയെ വിളിച്ചിരുന്നു. വ്യാഴാഴ്ച പുള്ളിയെ കണ്ട് വർത്താനം പറഞ്ഞ് കുറേ വർത്താനം പറഞ്ഞതാണ്. അപ്പോഴെന്തെങ്കിലും വിഷമകരമായൊരു ഇല്ല, ഒരു വിഷമം ഇല്ല. സാധാരണ ഡയാലിസിസിന് പോവും വരും. അങ്ങനെ അപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല, അതേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് പുള്ളിക്ക് ഇങ്ങനെ ഈ അവസ്ഥ വരണം എന്നുള്ളത് യാതൊന്നും ഉണ്ടായില്ല. 2 ദിവസം മുമ്പ് വരെ അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നും കൂടി ഇല്ല. ശ്വാസം ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ പോയതാണ് പുള്ളി. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പുള്ളി ഒരു വിധത്തിൽ ഭാഗ്യവാനായിരുന്നു. നല്ല അവരുടെ വൈഫ് നല്ലോണം നോക്കിയിട്ടുണ്ട്. അവരൊക്കെ പറ്റുള്ളൂ നോക്കാൻ. എന്തുവാരോ വന്നതും അവർ നല്ല ഒരു ഫാമിലിയായിരുന്നു. അച്ഛനും അമ്മയും മക്കളോട് വഴക്കോ തമ്മിച്ചല്ലോ പ്രശ്നം ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. നല്ല ശരിയാണ്. ഞങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. ഒരു ദിവസം മുടങ്ങാണ്ട് നമ്മൾ കാണുന്ന ആൾക്കാരാണ്. വെള്ളിയാഴ്ച വരെയും ഞാനും പുള്ളിയായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഒരു 8 മണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ പോയത്. അതിൽ പിന്നെയാണ് പുള്ളിക്ക് അസുഖം ഇങ്ങനെ മൂർച്ഛിച്ചത്. പനിയുടെ ലക്ഷണം വന്നു. അങ്ങനെ അമൃതയെ കൊണ്ടുപോയി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ തീരെ വയ്യാൻ കഴിഞ്ഞു. വളരെ ചെറുപ്പം തൊട്ട് അറിയുന്ന ആൾ, ഉപകാരമുള്ള ആളും മനുഷ്യനായിരുന്നു. അങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത മനുഷ്യനായിരുന്നു. ശനിയാഴ്ച ഡയാലിസിസ് ഉള്ളതാണ്. അതാണ് ശനിയാഴ്ച പോയത്. ശനിയും വ്യാഴവും തിങ്കളുമായിരുന്നു ഡയാലിസിസ്. ശനിയാഴ്ച പോയതായിരുന്നു. ഈ പനി ബാധിച്ചതുകൊണ്ടാണ്. ന്യൂമോണിയ 2-3 കൊല്ലത്തോളം അതിനൊന്നും ഡയാലിസിസ് ഉണ്ടായില്ല. പഴയ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പഴയ കാലത്ത് നമ്മൾ ഒരുമിച്ച് അവിടെ പുള്ളിക്കാരത്തിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടരിയതായിരുന്നു. അങ്ങനെ ഡെയിലി അവിടെ വരുന്ന അങ്ങനെ കണ്ട് ഒക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. ഇപ്പോഴും പുള്ളി ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. വീട് തൊട്ടടുത്ത് തന്നെയാണോ ചേട്ടൻ? ഞാൻ ഡെയിലി ഇവിടെ 305 ദിവസവും മീനായിട്ട് വന്നു. അപ്പം എൻ്റെ വീട് കേൾക്കുമ്പോൾ സുലു ഇതേ മീൻ വന്നേക്കണം, മനാഫ് മീനായിട്ട് വന്നേക്കണമെന്ന് പറയും ഭാര്യനെ വിളിച്ചിട്ട്. പിന്നെ ഞാൻ ഓരോ തമാശകളൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം മറക്കാൻ പറ്റാത്ത ഇത് പറഞ്ഞു പുള്ളിനോട്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ സലീമേട്ടൻ രാത്രി വണ്ടിക്ക് നടന്ന് കരഞ്ഞ്, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ചെയ്ത്. അങ്ങനെ കുറേ കൂട്ടുകാരന്മാർ. അപ്പം അത് പുള്ളി അതും പറഞ്ഞുകൊണ്ട് ചിരിച്ച്. പുള്ളി നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ആളോട് പെരുമാറാനും നല്ല ഇതായിരുന്നു. ഡെയിലി ഞങ്ങൾ ഇവിടെ വരുന്നത്, ഡെയിലി വർത്തമാനവും പറയും.
ചിരിച്ചും കളിച്ചൊക്കെയാണ് പോണത്. നല്ലൊരു മനുഷ്യൻ. അതിന് എല്ലാവർക്കും ഇതിന് വിട പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ തേടുന്നു. ഇന്ന് മനാഫ്.